സ്വർണ്ണവില കേരളത്തിലും ആഗോളതലത്തിലും വൻ തകർച്ചയിലേക്ക്. ഇറാൻ-US യുദ്ധവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സവും മൂലം ക്രൂഡ് ഓയിൽ വില ഉയർന്നതും ഇത് ഇന്ത്യയിലും അമേരിക്കയിലും ഉൾപ്പെടെ ഉയർത്തുന്ന പണപ്പെരുപ്പ ഭീഷണിയുമാണ് സ്വർണ്ണത്തിന് തിരിച്ചടിയായത്. സ്വർണ്ണവില കേരളത്തിലും ആഗോളതലത്തിലും വലിയൊരു തകർച്ചയിലേക്ക് വീണേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യാന്തര വില ഔൺസിന് $73.96 ഇടിഞ്ഞ് $4497.52 ഇപ്പോഴുള്ളത്. ഇറാൻ-US യുദ്ധവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സവും മൂലം ക്രൂഡ് ഓയിൽ വില ഉയർന്നതും ഇത് ഇന്ത്യയിലും അമേരിക്കയിലും ഉൾപ്പെടെ ഉയർത്തുന്ന പണപ്പെരുപ്പ ഭീഷണിയുമാണ് സ്വർണത്തിന് തിരിച്ചടിയാകുന്നത്. ഗ്രാമിന് 55 രൂപ താഴ്ന്ന് 14,510 രൂപയാണ് ഇന്ന് കേരളത്തിൽ വില. 440 രൂപ കുറഞ്ഞ് പവൻ വില 1,16,080 രൂപയിലും എത്തി. പണപ്പെരുപ്പം കൂടിയേക്കുമെന്ന ആശങ്കയുള്ളതുകൊണ്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് അടക്കം ലോകത്തിലെ കേന്ദ്ര ബാങ്കുകൾ വൈകാതെ തന്നെ അടിസ്ഥാന പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചേക്കും. ഇന്ത്യയിൽ 4% താഴെയിരുന്ന പണപ്പെരുപ്പം ഇപ്പോൾ 5% കടന്നുവെന്നാണ് കരുതുന്നത്. 4% റിസർവ് ബാങ്കിന്റെ നിയന്ത്രണ രേഖ. ഇത് ലംഘിച്ചാൽ പലിശ ഭാരം കൂടാനുള്ള സാധ്യതയും കൂടും. US മറ്റും പലിശ നിരക്ക് ഉയർത്തിയാൽ ഡോളർ കൂടുതൽ കരുത്താർജിക്കും. കടപ്പത്രങ്ങൾ, ബാങ്ക് നിക്ഷേപം എന്നിവയിൽ നിന്നുള്ള ആദായ നിരക്കും മെച്ചപ്പെടും. ഇത് ആഭരണ നിക്ഷേപം എന്നീ നിലകളിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് മായ്ക്കുകയും വിലയെ താഴേക്ക് നയിക്കുകയും ചെയ്യും. ഈ ആശങ്കയാണ് ഇപ്പോഴത്തെ വിലയിടിവിന് വഴിവെക്കുന്നത്. ഇന്ത്യൻ രൂപ ഇന്ന് രാവിലെ ഡോളറിനെതിരെ 10 പൈസ ഉയർന്ന് 95.60 വ്യാപാരം നടക്കുന്നത്. രൂപയുടെ കരക്കയറ്റവും ആഭ്യന്തര സ്വർണ്ണവില കുറയാൻ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിൽ 18 ക്യാരറ്റ് സ്വർണം, വെള്ളി എന്നിവയ്ക്ക് വ്യത്യസ്ത വില നിലവാരം തുടരുകയാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഗ്രാമിന് 50 രൂപ കുറച്ച് 18 ക്യാരറ്റ് സ്വർണത്തിന് 11,985 രൂപയാണ് നിശ്ചയിച്ചത്. വെള്ളി വില മാറ്റമില്ലാതെ ഗ്രാമിന് 285 രൂപയായി തുടരുകയാണ്. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഗ്രാമിന് 45 രൂപ താഴ്ത്തി 11,920 രൂപയാണ് 18 ക്യാരറ്റ് സ്വർണത്തിന് നിശ്ചയിച്ചത്. വെള്ളിക്ക് ഇവർ ഈടാക്കുന്ന വില 280 രൂപയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.